السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ഇന്നിലേക്ക് അർപ്പിക്കപ്പെട്ട വിഷയം എന്നുള്ളത് അബ്ദുൽ മലിക് ബിൻ മർവാൻ, അതായത് ഖുലഫാ റാഷിദീങ്ങൾ കഴിഞ്ഞാൽ ഇസ്ലാമിക ഭരണത്തിൽ പിന്നീട് വന്നതാണ് ഉമവിയ ഭരണം, അതായത് ഉമയ്യത്ത് ഭരണം. മഹാനായ മുആവിയ റളിയല്ലാഹു തആല അൻഹുവിന്റെ നേതൃത്വത്തിൽ തുടങ്ങിയ ഉമവിയ ഭരണം തലമുറകൾ കൈമാറി അക്രമികാരിയായ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ മകനായ യസീദിൽ നിന്നും കൈമാറി അവസാനം തലമുറയോടുകൂടി കൈമാറി മർവാൻ ഇബ്നുൽ ഹക്കമിന്റെ ഒരു വർഷത്തെ ഭരണത്തിന് ശേഷം മർവാൻ ഇബ്നുൽ ഹക്കമിന്റെ മകനായ അബ്ദുൽ മലിക് ബിൻ മർവാൻ ഇബ്നുൽ ഹക്കമിന്റെ കയ്യിലേക്ക് ഭരണം ഏൽപ്പിക്കപ്പെടുകയാണ്. അതായത് ക്രിസ്താബ്ദം 685 മഹാനായ അബ്ദുൽ മലിക് ബിൻ മർവാനിലേക്ക് ഉമയ്യത്തിന്റെ ഭരണം ഏൽപ്പിക്കപ്പെടുന്നത്. വളരെ ദീനി ചിട്ടയോടുകൂടി ജീവിക്കുന്ന അബ്ദുൽ മലിക് ബിൻ മർവാൻ മുആവിയ റളിയല്ലാഹു തആല അൻഹുവിന്റെയും അലി റളിയല്ലാഹു അൻഹുവിന്റെയും ഭരണകാലത്ത് തന്നെ ഭരണത്തിന്റെ മിലിറ്ററി സംവിധാനത്തിൽ ഏർപ്പെടുകയും മിലിറ്ററി അഡ്വൈസറായി ചുമതലപ്പെടുകയും മറ്റുള്ള എല്ലാ ഭരണത്തിലും അദ്ദേഹം മുന്നിലായിരുന്നു. മാത്രമല്ല, അതുകൊണ്ട് തന്നെ ഭരണത്തിന്റെ എല്ലാ ചുമതലകളും നന്നായി അറിയുന്ന വ്യക്തിയായിരുന്നു അബ്ദുൽ മലിക് ബിൻ മർവാൻ. അബ്ദുൽ മലിക് ബിൻ മർവാന്റെ സ്ഥാനാരോഹണ സമയത്ത്, അതായത് മുആവിയ രണ്ടാമന്റെ ഭരണസമയത്ത് ഒരുപാട് പതനങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആ പതനങ്ങളൊക്കെ നികത്തിയത് മഹാനായ അബ്ദുൽ മലിക് ബിൻ മർവാനായിരുന്നു. 686 പരാജയപ്പെട്ട ഇറാഖ് അധിനിവേശത്തെയും തന്റെ പ്രധാന എതിരാളിയായ മക്ക ആസ്ഥാനമായുള്ള പ്രദേശങ്ങൾ കീഴടക്കുകയും ചെയ്തു. 691 അദ്ദേഹം സുബൈരിദ് ഇറാഖ് കീഴടക്കി തന്റെ മന്ത്രിയായിരുന്ന അൽ ഹജ്ജാജ് ബിൻ യൂസുഫിന്റെ നേതൃത്വത്തിൽ ഇറാഖ്, ഷാം പോലുള്ള മറ്റുള്ള രാജ്യങ്ങളും കീഴടക്കുകയും വളരെ സുപ്രധാനമായ ഒരു ഭരണം തന്നെ ആ ഇറാഖ്, ഷാം, മക്ക ഭാഗത്തൊക്കെ അദ്ദേഹം നടത്തുകയുണ്ടായി. പിന്നീട് 698 പടിഞ്ഞാറൻ വടക്കേ ആഫ്രിക്കയിലെ ഐബിരിയൻ പെനിൻസുലയും പിന്നീട് പിടിച്ചെടുക്കുന്നതായി കാണാൻ പറ്റുന്നുണ്ട്. കിഴക്ക് ഭാഗങ്ങൾ അബ്ദുൽ മലിക്കിന്റെ കീഴിൽ അൽ ഹജ്ജാജ് യൂസുഫിന്റെ നേതൃത്വത്തിൽ ഉമയ്യത്ത് ഭരണത്തിന് ഏൽപ്പിക്കപ്പെടുകയുണ്ടായി. മാത്രമല്ല, അബ്ദുൽ മലിക് ബിൻ മർവാനിന്റെ സവിശേഷതകളെ പറ്റി പറയുകയാണെങ്കിൽ, മിലിറ്ററി അഡ്മിനിസ്ട്രേറ്റ് നിലവിൽ വന്നത് അതുവരെ വെറുമൊരു മിലിറ്ററി മാത്രമായിരുന്നു. ഈ മിലിറ്ററി ഒരു ഭരണത്തിന്റെ കീഴിൽ വരുന്നത് അബ്ദുൽ മലിക് ബിൻ മർവാനിന്റെ ഭരണകാലത്താണ്. മുആവിയ രണ്ടാമന്റെ ഭരണത്തോടുകൂടി ഉണ്ടായ ശത്രുവിന്റെ എല്ലാ സാധ്യതകളെയും അബ്ദുൽ മലിക് ബിൻ മർവാൻ റളിയല്ലാഹു തആല അൻഹു വന്നതിന്റെ സമയത്താണ് ഈ പകകളൊക്കെ പോക്കുന്നത്. അബ്ദുൽ മലിക് ബിൻ മർവാൻ തികച്ചും കേന്ദ്രീകൃത ആസൂത്രമായിട്ടാണ് ഭരണം കൊണ്ടുവന്നത്. അബ്ദുൽ മലിക് ബിൻ മർവാൻ പ്രധാനമായും ലക്ഷ്യം വെച്ചത് അറബി ഭാഷകൾക്കും
അബ്ദുൽ മലിക് ബിൻ മർവാനിന്റെ ഭരണകാലത്താണ് അറബി ഭാഷകൾക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്നതും അറബി നാണയങ്ങൾ തികച്ചും നിലവിൽ കൊണ്ടുവരുന്നതും അബ്ദുൽ മലിക് ബിൻ മർവാനിന്റെ കാലയളവിലാണ്. അതുവരെ ബൈസാന്റിയൻ നാണയങ്ങളായിരുന്ന നാണയങ്ങളൊക്കെ തികച്ചും തന്റെ ഖിലാഫത്തിലേക്ക് മാറ്റുകയും തന്റെ മാതൃഭാഷയായ അറബി ഭാഷ തികച്ചും ഇസ്ലാമിലേക്ക് ആ ഭരണപ്രദേശത്തേക്ക് കീഴടക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല വലീദ് ഇബ്നു അബ്ദുൽ മലിക് വന്നതോടുകൂടി ഉമയ്യത്തിന്റെ പതനം ഉണ്ടാവുകയും ചെയ്തു. അബ്ദുൽ മലിക് ബിൻ മർവാനിന്റെ മകനായിരുന്ന വലീദ് വരുന്നതിന് മുമ്പ് തന്നെ യസീദ് ഒന്നാമൻ അബ്ദുല്ലാഹി ബിൻ സുബൈറുമായി പോരാട്ടം നടത്തി 1692 അബ്ദുൽ മലിക് ബിൻ മർവാൻ മക്ക പ്രദേശം കീഴടക്കുന്നത്. മാത്രമല്ല നാം ഇന്ന് പലസ്തീനിൽ കാണുന്ന ഖുദുസ് എന്ന് ഖുദുസ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട നാം കാണുന്ന ആ സ്വർണ്ണ പാത്തിയുള്ള ആ പള്ളി എന്ന് പറയപ്പെടുന്ന ആ പള്ളി അത് ഖുബ്ബത്തുസ് സഖറ എന്നറിയപ്പെടുന്ന പള്ളിയാണ്. അത് നിർമ്മിച്ചതും മഹാനായ അബ്ദുൽ മലിക് ബിൻ മർവാന്റെ കാലയളവിലാണ്. അബ്ദുൽ മലിക് ബിൻ മർവാൻ തികച്ചും ഇസ്ലാമിലെ അറബിയെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ പിന്നീടുള്ള പതനത്തിലേക്കും ഇത് കാരണമായി തീർന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.